കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിയും ബേസിലും തിമിർ താഴ്ന്നു. പ്രേമലുവിനെയും മഞ്ഞുമ്മൽ ബോയ്സിനെയും ഏറെ പിന്നിലാക്കിയാണ് ഈ വമ്പൻ കുതിപ്പ്. സമീപകാലത്ത് മികച്ച പ്രീ റിലീസ് ഹൈപ്പോടെ എത്തിയ ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ. വൻ താരനിരയും സംവിധായകന്റെ മുൻ സിനിമകളുടെ വിജയവുമായിരുന്നു അതിന്റെ പ്രധാന കാരണം. വൻ ജനപ്രീതി നേടിയ ജയ 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 ജയഹയുടെ സംവിധായകൻ വിപിൻ ദാസ് വീണ്ടും ബേസിലിനെ പ്രധാന കഥാപാത്രമാക്കി ഒരുക്കുന്ന ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഒപ്പം ആടുജീവിതം എന്ന ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം മറ്റൊരു കേന്ദ്ര കഥാപാത്രമായി പൃഥ്വിരാജും. ആദ്യ ദിനം തന്നെ പോസിറ്റീവ് അഭിപ്രായം നേടാനായതോടെ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പാണ് നടത്തുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ 4 ദിവസം കൊണ്ട് 45 കോടിയിലധികം രൂപയാണ് ആഗോള തലത്തിൽ നേടിയിരിക്കുന്നത്. 15.55 കോടിയാണ് 3 ദിവസത്തെ ഓവർസീസ് കളക്ഷൻ. 4-ാം ദിവസം മാത്രം ചിത്രം കേരളത്തിൽ നിന്ന് 6 കോടിയിലധികം രൂപ നേടിയതായിട്ടാണ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സിനിമയ്ക്ക് ലഭിക്കുന്ന പ്രതികരണം തുടരുകയാണെങ്കിൽ ഉടൻ തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ 50 കോടി ക്ലബിലേക്ക് കടക്കും. 2024 മലയാള സിനിമയിലെ മറ്റ് ബ്ലോക്ക് ബസ്റ്ററുകളായ മഞ്ഞുമ്മൽ ബോയ്സ്, പ്രേമലു എന്നീ ചിത്രങ്ങളുടെ ആദ്യ 2 ദിവസ കളക്ഷനേക്കാൾ 150% കൂടുതൽ കളക്ഷനാണ് ഗുരുവായൂർ അമ്പലനടയിൽ കരസ്ഥമാക്കിയത്. കൂടാതെ ഓവർസീസ് കളക്ഷനിൽ ആടുജീവിതം സിനിമയേക്കാൾ മുന്നേറ്റവും. വ്യാഴാഴ്ച റിലീസ് ചെയ്ത ചിത്രം വാരണാന്ത്യത്തിൽ ഓരോ ദിവസവും കളക്ഷനിൽ വമ്പിച്ച മുന്നേറ്റം നടത്തിയിരുന്നു. ഇപ്പോഴിതാ ചിത്രം മറ്റൊരു റെക്കോർഡ് കൂടി നേടിയിരിക്കുകയാണ്. മലയാളത്തിൽ ഈ വർഷം ഒരു ദിവസം ഏറ്റവും അധികം ഷോകൾ ഹൗസ്ഫുള്ളായി ഓടിയ ചിത്രമായി മാറിയിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഞായറാഴ്ച മാത്രം ചിത്രത്തിന് 720-ലേറെ ഹൗസ്ഫുൾ ഷോകളാണ് ലഭിച്ചത്. ഇന്ത്യയിലെ കണക്കാണിത്. ഇതിൽ 600 ഷോകളും കേരളത്തിൽ തന്നെയാണ്. കൂടാതെ ഇതുവരെ 20 ലക്ഷത്തിലധികം ആളുകൾ കണ്ട സിനിമ കൂടിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അനശ്വര രാജൻ, നിഖില വിമൽ, ജഗദീഷ്, ബൈജു, യോഗി ബാബു, ഇർഷാദ്, PV കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോൻ, E4 എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുകേഷ് R മേത്ത, CV സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നിഖില വിമൽ, അനശ്വര രാജൻ, ജഗദീഷ്, രേഖ, ഇർഷാദ്, സിജു സണ്ണി, സഫ്വാൻ, കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, മനോജ് KU, ബൈജു, രമേശ് കോട്ടയം, അജു വർഗീസ്, അരവിന്ദ് ആകാശ്, ജോയ് മോൻ, അഖിൽ കവലിയൂർ, അശ്വിൻ വിജയൻ തുടങ്ങിയ താരങ്ങളാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. തമിഴ് താരം യോഗി ബാബുവിന്റെ മലയാള സിനിമയിലേക്കുള്ള അരങ്ങേറ്റ ചിത്രം കൂടിയാണിത്. കുഞ്ഞിരാമായണത്തിന് ശേഷം ദീപു പ്രദീപ് തിരക്കഥയൊരുക്കുന്ന സിനിമയും കൂടിയാണിത്. കോമഡി എന്റർടൈനർ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന സിനിമ ഏതൊക്കെ ചിത്രങ്ങളുടെ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ.